السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. أعوذ بالله من الشيطان الرجيم. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുൽ ജലീൽ സാഹിബ് അവറുകളെ, സ്റ്റേജിലും സദസ്സിലുമിരിക്കുന്ന പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകന്മാർ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തറവാട്ടിൽ ഇവിടെ ആരംഭം കുറിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഓരോ ദിവസവും നമുക്കിടയിൽ മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വേറിട്ട് എടുത്തു പറയാവുന്ന വിശേഷങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശേഷങ്ങളുടെ പശ്ചാത്തലവും ഇതുപോലെയുള്ള ഒരു പരിപാടിക്കുണ്ട്. ആദർശ വിശദീകരണം എന്നത് എടവണ്ണയിൽ ഒരു വിശേഷപ്പെട്ട കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ 100 നൂറ്റാണ്ട് മുമ്പ് സംഘടിതമായി പ്രവർത്തിച്ചു തുടങ്ങിയ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആതിഥ്യം നൽകി അതിന് തൊട്ടിലും മടിയും മുലപ്പാലും നൽകി വളർത്തിയെടുത്ത ഒരു മണ്ണിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന കൃത്യമായ ബോധം എനിക്കുണ്ട്. ഈ മണൽത്തരികളും മൺതരികളും ഒക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ 100 നൂറ്റാണ്ട് കാലമുള്ള ചരിത്രത്തിൻ്റെ ഒരുപാട് കഥകൾ, നാം മറന്ന കഥകൾ, അവക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നമുക്കിങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു 100 നൂറ്റാണ്ട് കാലത്തെ ശൃംഖലയിൽ വളരെ കുറച്ചു പരിചയമുള്ള എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഈ നാട്ടിൽ ആ ചരിത്രം പറയാൻ അർഹതയില്ല.
ഉലമാക്കളും ഉമറാക്കളുമൊക്കെ എല്ലാം കൊണ്ടും ധന്യമായിരുന്ന ഒരു പ്രദേശത്താണ് വീണ്ടും ആദർശം വിശദീകരിക്കേണ്ടി വരുന്നത് എന്നതിൽ ഒരു വൈരുദ്ധ്യവും ഇല്ലാതില്ല. പക്ഷേ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹദീദിൽ കൂടി നമ്മളെ പഠിപ്പിച്ച ഒരു വചനം. ഒരുപക്ഷേ ഈ ഇരിക്കുന്ന എല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിൻ്റെ അർത്ഥമറിയുമായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിജ്റ 4-ാമത്തെ കൊല്ലത്തിൽ മുസ്ലിം സമൂഹത്തിന് മദീനത്ത് എല്ലാ അർത്ഥത്തിലും ഊടും പാവും പൂർണ്ണമായി പച്ചപിടിച്ച് തഴച്ചു വളരുന്ന മുസ്ലിം ഉമ്മത്ത് തഴച്ചു വളരുന്ന ഒരു സന്ദർഭത്തിലാണ്, ഹിജ്റ 4-ാമത്തെ കൊല്ലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ അള്ളാഹുവിനെ വിനയപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സ് താഴോട്ട് വരാൻ, വിനയത്തിൻ്റെ മാർഗത്തിലേക്ക് വരാൻ. അശറത്തുൽ മുബശ്ശിറുകൾ എന്ന് പറയുന്ന അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിൻ്റെ ചീട്ട് കൊടുത്ത് ആദരിച്ച ആ 10 പേര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഹിജ്റ 4-ാം കൊല്ലം. അവരെ പിന്തുടർന്ന വസാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ, എല്ലാ അർത്ഥത്തിലും മുന്നിൽ ചാടിയവർ, സ്വർഗത്തിലേക്ക് മുൻകടന്നവർ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവർ എന്ന് അള്ളാഹു സൂറത്തു വാഖിഅയിൽ വിശേഷിപ്പിച്ച ആ സാബിഖുകൾ അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞാലും മറിഞ്ഞാലും അവർ മാത്രമുള്ള ഒരു കാലഘട്ടമാണ് ഹിജ്റ 4-ാം കൊല്ലം. വീടുകളിലേക്ക് കയറി ചെന്നാൽ അറകൾക്കുള്ളിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സ്വർഗത്തിന് വേണ്ടി അള്ളാഹു ഭൂമിയിൽ തന്നെ നിക്ഷേപിച്ചു വച്ച ഉമ്മഹാത്തുൽ മുഅ്മിനുകളും പൂർവകാല സഹാബ വനിതകളും. അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ അവിടെ ആ സാബിഖീങ്ങളായ ആളുകളുടെ കച്ചവട ബഹളമാണ് കാണുന്നത്. പള്ളിയിൽ ചെന്നാലും വ്യത്യാസമില്ല, സാബിഖീങ്ങളായ ആളുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനായിലെ തിരക്ക് പിടിച്ച അങ്ങാടിയിൽ, ഒച്ചയും ബഹളും പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങാടിയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് പറഞ്ഞു, ആൾക്കാരെ, നാട്ടുകാരെ, നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മീറാസ് വാരിക്കൂട്ടുന്നുണ്ട് പള്ളിയിൽ, ആ മീറാസ് വാരിക്കൂട്ടാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ കച്ചവടപ്പീടികയുടെ മുകളിൽ ഒരു വിരി പോലും ഇടാതെ, അവർക്കുണ്ടായിരുന്ന പീടിക അടക്കാതെ തുറന്നു വച്ചിരുന്ന കച്ചവട വസ്തുക്കൾ മൂടിവെക്കാതെ മദീന പള്ളിയിലേക്ക് അവർ ഓടി എന്ന് ഹദീസുകളിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണശേഷമാണത്. റസൂലുള്ളാഹിൻ്റെ മീറാസ് മദീന പള്ളിയിൽ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ കച്ചവടങ്ങൾ മറന്ന് തുറന്നു വെച്ച കച്ചവട ചരക്കുകൾ അത് വല്ല ഒട്ടകങ്ങളോ മൃഗങ്ങളോ കടിച്ചു കൊണ്ടുപോകുകയോ എന്ന കാര്യം പോലും മറന്ന്, തുറന്നു വെച്ച വസ്തുക്കളിൽ നിന്ന് ആരെങ്കിലും എടുത്തു വാരിക്കൊണ്ടുപോകുമോ എന്ന് പോലും മറന്ന് നിർഭയത്വത്തോടുകൂടി മദീന പള്ളിയിലേക്ക് ഓടിയ ആ സഹാബിമാർ പിൽക്കാലത്തുള്ളവരായിരുന്നു. അവരുടെ മുമ്പുള്ള ആളുകൾ എത്രമാത്രം ഭക്തിയും ശുദ്ധിയുമുള്ളവരായിരിക്കാം അവർ. ആ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അല്ലാഹു തആല പറയുന്നത്, വിശ്വാസികളായ ആളുകൾക്ക് സമയമായിട്ടില്ലേ അവരുടെ മനസ്സ് വിനയപ്പെട്ടുകൊണ്ട്
അള്ളാഹുവിനെ ഓർക്കുവാൻ. വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദ്. മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് വന്ന് ഭവിച്ച ദുരന്തം വരാതിരിക്കാനും. എന്തായിരുന്നു ആ ദുരന്തം? ഫതാല അലൈഹിമുൽ അമദ്. മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട മൂസാ നബിയുടെയും അലൈഹിമസ്സലാം ആ പ്രവാചകന്മാരിൽ കൂടി നബിമാരും ഒട്ടേറെ നബിമാരും മൗജിസത്തുകളും അതിൻ്റെ പുറമെ കിതാബും ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയി അവർക്ക് തൊടാനും വായിക്കാനും കാണാനും കൊടുത്തിട്ടും അതൊക്കെ വിശ്വസിച്ച മനുഷ്യന്മാർ കുറച്ചു കാലത്തിൻ്റെ ഇടയ്ക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫഖസത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയം കടുത്തുപോയി. തൗറാത്ത് കയ്യിൽ പിടിക്കാൻ ഭാഗ്യമുണ്ടായ ആളുകൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ കൂടെ സീനാ പർവ്വതത്തിലേക്ക് കയറിപ്പോകാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ, ആ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒപ്പം നടന്ന് ഭക്ഷണവും ദഅ്വാ പ്രവർത്തനങ്ങളും ഭക്ഷണത്തിലും ഒപ്പം കൂടി നടന്നിരുന്ന ഹവാരിജുകളായ ആളുകൾ, അവർക്കൊക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ പിൻതലമുറക്കാർക്ക് ഹൃദയം കടുത്തുപോയി, അവരുടെ ഹൃദയം കട്ടിയായിപ്പോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോയി എന്നല്ല പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹൃദയത്തിൻ്റെ കടുപ്പം കാലം തലമുറകൾ കഴിയും തോറും എവിടെയും വരും എന്നാണ് ആ സൂചന, ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫസ്റുകൾ അത് വിവരിക്കുന്നുണ്ട്. 1 നൂറ്റാണ്ട് കാലമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേരും വളവുമുണ്ടായിരുന്ന ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ നാട്ടിലൊക്കെ തന്നെ കാലം കഴിയും തോറും തലമുറകൾ പിന്നിടും തോറും ആദ്യത്തെ ഉണ്ടായിരുന്ന തിളക്കവും വെളിച്ചവും വിശുദ്ധിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മളാരും മറക്കരുത്. ഇവിടെയും ഇനി ഒരു ആദർശ വിശദീകരണം വേണമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ചിന്തിക്കണം. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. വേണ്ടതുണ്ടായിരിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എനിക്ക് ഓർമ്മയുള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത്. PV മുഹമ്മദ് ഹാജി റഹ്മഹുല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഉമർകുട്ടി ഹാജി റഹ്മഹുല്ല, അവരൊക്കെ ചില ആളുകളെ കണ്ടിട്ടുള്ളുവെങ്കിലും ഉമർകുട്ടി ഹാജിയുമായി ഒരുപാട് കാലത്തെ ബന്ധമുണ്ടായിരുന്നു. വദായിൽ ഖുത്ബ നിർവഹിച്ചിരുന്ന കാലഘട്ടത്തിൽ. അതുപോലെ അത്തിക്കൽ അഹമ്മദ് കുട്ടി ഹാജി നേരിട്ട് ബന്ധമില്ലെങ്കിലും എടവണ്ണയിലെ മഹത്തായ ഒരു സ്ഥാപനത്തിന് മണ്ണ് കൊടുത്ത, ഇടം കൊടുത്ത മഹാനായ വ്യക്തി. അതൊക്കെ ഉമറാക്കളാണ്. രാഷ്ട്രീയ രംഗത്തും ദീനീ രംഗത്തും തിളങ്ങി നിന്നിരുന്ന സീതി ഹാജി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ഉമറാക്കളായിട്ടുള്ള ആളുകൾ, അവരുടെ ഔദാര്യവും അവരുടെ പിന്തുണയും പലപ്പോഴും അവരുടെ ജനശക്തിയുമൊക്കെ ഈ പ്രസ്ഥാനത്തിന് ഇവിടെയല്ല, കേരളത്തിൽ മൊത്തം മുസ്ലിം സമുദായത്തിനു തന്നെ അഭിമാനവും ഒരു വേള നിർഭയത്വവും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ശക്തിയും പ്രതാപവും വ്യക്തിത്വവും പുലർത്താൻ അവർക്ക് പ്രചോദനം നൽകിയത് ഭൗതികമായ സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും ആയിരുന്നില്ല, അവരുടെ ദീനായിരുന്നു. ആ ദീനിന് അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത അലവി മൗലവി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ. ഈ നാട്ടുകാരനായിരുന്നെങ്കിലും അതിൻ്റെ അപ്പുറത്ത് KM മൗലവി മുതൽ മൂസ മൗലവി മുതലുള്ള പണ്ഡിതന്മാരുടെ ആവാസ കേന്ദ്രവും കൂടിയായിരുന്നു ഇവിടെ. ഈ അവസാന കാലത്ത് ഡോക്ടർ ഉസ്മാൻ സാഹിബും KP മുഹമ്മദ് മൗലവിയും അടക്കമുള്ള ആളുകളുടെ ഒരു നിത്യ സന്ദർശന കേന്ദ്രവുമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ആ നാട്ടിലാണ് ഒരാദർശ വിശദീകരണം എന്ന് പറയുമ്പോൾ അതിലൊരു പന്തികേടുണ്ടെങ്കിലും സഹോദരന്മാരെ, ആ ആദർശത്തിൽ നിന്നും ആ ആദർശത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നും ആ മുന്നിൽ നടക്കുന്ന മാതൃകയുടെ അഭാവം നമുക്കുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ മഹാന്മാരായ പണ്ഡിതന്മാർ മുന്നിൽ നടന്നിരുന്ന കാലത്ത്
ആ ഉമറാക്കളൊക്കെ ഈ സമുദായത്തെ നിയന്ത്രിക്കുകയോ നേതൃത്വം നൽകിയിരിക്കുകയോ ചെയ്തിരുന്ന കാലത്ത് വിശ്വസിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ നടന്ന് ആദർശത്തിന് താങ്ങും തണലും നൽകാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുമായിരുന്നു. ഇവിടെയെന്നല്ല, കേരളത്തിലൊക്കെ തന്നെ. പക്ഷേ അങ്ങനെ കണ്ണും ചിമ്മി വിശ്വസിച്ച് നമുക്ക് പിന്നിൽ നടക്കാൻ പറ്റിയ ഇമാമുകൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്ന ഒരു പരിഭ്രമം, അതല്ലെങ്കിൽ ആശങ്ക ഈ കാരണവന്മാർ, ശേഷിച്ചു നിൽക്കുന്ന കാരണവന്മാരുടെയും പണ്ഡിതന്മാരുടെയും മുമ്പിലൊക്കെ വെക്കുമ്പോൾ അതിൽ അല്പം സത്യമില്ലേ എന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാനൊക്കെ വരുന്നത് അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ലമായ പ്രദേശത്തിൽ നിന്നാണ്. ഒറ്റപ്പെട്ട മുജാഹിദ് പ്രവർത്തകന്മാർ, ഇസ്ലാഹി പ്രവർത്തകന്മാർ മാത്രമുള്ള നാട്ടിൽ നിന്ന് നാട്ടിൽ കൂടി നടക്കുമ്പോൾ ആളുകൾ കളിയാക്കി ചിരിക്കുന്ന കാലം മാറിയിട്ടുണ്ടെങ്കിലും പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി റഹ്മുള്ള പോലെയുള്ള ആളുകൾ അവിടെ പ്രവർത്തിച്ചിരുന്ന ആ കുറഞ്ഞ കാലത്ത് ജനങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു. കാര്യം അവർ വഹാബികളാണ്, ദീനിൽ നിന്ന് പുറത്തുപോയവരാണ്, അവർ അംബിയ ഔലിയാക്കന്മാരിൽ വിശ്വാസമില്ലാത്തവരാണ്, അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരാണ്, സാലിഹീങ്ങളെയും ശുഹദാക്കളെയും ആദരിക്കാത്തവരാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് എന്തോ അവർ വിശ്വസിക്കുന്ന ദീനിൽ അവർക്ക് ഉറപ്പുണ്ട്, ആ ദീനിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന ഒരു ധാരണ എക്കാലത്തും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇന്നും ഒരു ചെറിയ ശതമാനം മാത്രം മുജാഹിദ് പ്രവർത്തകന്മാരുള്ളുവെങ്കിലും കാര്യം എന്തൊക്കെയാണെങ്കിലും അവരുടെ ആദർശത്തിൽ അവർക്ക് ഉറപ്പും ദീനിൽ ഒരു ചടുലതയും അവർ പറയുന്ന കാര്യത്തിൽ ഒരു പ്രമാണവും അടിസ്ഥാനവുമൊക്കെയുണ്ട്. നമ്മൾ ഈ കാക്കക്കാരണവന്മാരുടെ കൂടെയാണ് പോവുക, നമുക്ക് പഞ്ഞി മാറാനാവില്ല. എന്നാലും അവർക്കൊരു അടിസ്ഥാനവും ഉറപ്പും ഒരു പാരമ്പര്യവുമൊക്കെ ഉണ്ട് എന്ന് ഇന്നും നമ്മുടെ നാട്ടുകാർ, ഞങ്ങളുടെയൊക്കെ ഒറ്റപ്പെട്ട ഇതുപോലെ ഇരിക്കുന്ന ഒറ്റപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകന്മാരുള്ള നാട്ടിലെ ആളുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തെ പറ്റിയുള്ള, മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റിയുള്ള ആ ഒരു വിശ്വാസ്യത, ആ ദീനിൽ അവർക്കൊരു യക്കീനുറപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസ്യത, അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആണ് എന്ന ആ വിശ്വാസ്യത, അവരെ നയിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിൽ ആദർശബന്ധവും ആത്മാർത്ഥതയുമുണ്ട് എന്ന ഒരു വിശ്വാസ്യത മെല്ലെ മെല്ലെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സത്യസന്ധമായ ഒരു റീഡിങ്. കാരണം മുജാഹിദ് പ്രസ്ഥാനം ഇന്നൊന്ന് പറയുന്നു, നാളെ ഒന്ന് പറയുന്നു, അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു, കുറേ ആളുകളെ പുറത്താക്കുന്നു, കുറേ ആളുകളെ അകത്താക്കുന്നു. ഇതൊക്കെ ഈ അടുത്ത ദിവസവും എന്നോടെൻ്റെ സുന്നിയായ ഒരു ചങ്ങാതി പറഞ്ഞു, എടോ കോട്ടക്കലങ്ങാടിയിലെ നാലാംകിട രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ലാത്ത ഒരു സംഘടനാ സ്വഭാവത്തിൽ നിങ്ങളൊക്കെ എത്തിച്ചേർന്നല്ലോ, നിങ്ങൾ മുജാഹിദുകളെപ്പറ്റി ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു എന്ന്. സഹോദരന്മാരെ, അത് നമ്മൾ വീണ്ടെടുക്കണം. ആ ധാരണയും ആ വ്യക്തിത്വവും ആ പൂർവികന്മാരൊരു നൂറ്റാണ്ടുകാലമായി വളർത്തിവെച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ വിശുദ്ധിയും ഒരു അന്തസ്സും ഇസ്സത്തും വീണ്ടെടുക്കണം നമുക്ക്. അത് ഒരു 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 ബാഹ്യമായ ഒരു എന്തെങ്കിലും ചൊട്ടുവിദ്യകൾ കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല. യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തെ വളർത്തിയത് നേതാക്കളല്ല, സാധാരണക്കാരാണ്. ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ ജീവിച്ചിരുന്നപ്പോൾ അലവി മൗലവിയെപ്പോലെയുള്ള ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ മരണത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ പോലും അവരെ രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ ദീനീപരമായി നോക്കിയാൽ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും കൃത്യമായി പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ആളുകളാണ് അവർക്കൊക്കെ ശക്തിയും പ്രചോദനവും നൽകി ഈ പ്രസ്ഥാനത്തിന് വെള്ളവും വളവും നൽകി വളർത്തിയെടുത്തത്. ഈ നാട്ടിലെ സാധാരണക്കാരാണ് എക്കാലത്തും അത് തന്നെയാണ്, ഇന്നും
അങ്ങനെ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന് ജീവനും ഈ പ്രസ്ഥാനത്തിന് ശക്തിയും നൽകുന്നത് സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. അവരാഗ്രഹിക്കുന്നത് മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്നതാണ്. അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈമാനോടുകൂടി മരിക്കണം, നാളെ പരലോകത്ത് എത്തിപ്പെടണം നല്ല നിലക്ക് എന്നാണ്. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന. സൂറത്ത് ആല ഇമ്രാനിലെ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ, ഞങ്ങളൊരു വിളിയാളം, ഒരു വിളിക്കുന്ന മനുഷ്യൻ്റെ വിളി കേട്ടു, ഒരാളെന്തോ വിളിച്ചു പറയുന്നത് കേട്ടു. സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഈമാനിലേക്ക് വരിക എന്ന് വിളിച്ചു പറയുന്ന ഒരു വിളി കേട്ടു. അൻ ആമിനു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, നിങ്ങൾ അന്ധവിശ്വാസത്തിലാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരിക എന്ന അൻ ആമിനു ബിറബ്ബിക്കും, ഈമാനിൻ്റെ തൗഹീദിൻ്റെ കറകളഞ്ഞ ശബ്ദം ആരോ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഫആമന്ന, റബ്ബേ ഞങ്ങളൊക്കെ വിശ്വസിച്ചു. ഖുർആൻ പഠിക്കാൻ പോയി, അതിൻ്റെ തഫ്സീർ പഠിച്ചു, അതിനെ വ്യാഖ്യാനിക്കാൻ പഠിച്ചു. എന്നിട്ടൊരായത്ത് അങ്ങനെയും വ്യാഖ്യാനിക്കാം ഇങ്ങനെയും വ്യാഖ്യാനിക്കാനുള്ള കൗശലവും സാമർഥ്യവും പഠിച്ചവരല്ല ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത്. നേരെ മറിച്ച് ഏതോ ഒരാൾ ഒരു പള്ളി മെമ്പറിൽ വെച്ച്, ഒരു പ്രസംഗ സ്റ്റേജിൽ വെച്ച്, ഒരു ഖുർആൻ ക്ലാസ്സിൽ വെച്ച്, നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച്, അപ്പുറത്തൊരു പീഡികക്കോലായിൽ വെച്ച് തൗഹീദിൻ്റെ വിളി കേട്ടപ്പോൾ, ഈമാനിൻ്റെ വിളി കേട്ടപ്പോൾ ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്ന മനുഷ്യന്മാർ, ഇനി അവർക്ക് വേണ്ടത്, ആ വിശ്വാസികൾക്ക് വേണ്ടത് ആ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ജീവിക്കുകയല്ല, അതിൻ്റെ മറപിടിച്ച് വലുതാകുകയും നേതാക്കളാകുകയുമല്ല, ആ വിശ്വാസത്തിൻ്റെ ചെലവിൽ കാര്യങ്ങൾ നേടുകയല്ല. അതൊക്കെ ഇന്നുണ്ടായതാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ അവിടെ റോട്ടിൻ്റെ വക്കിൽ നിന്നൊരാൾ കൈപിടിച്ച് ഇതാ ഇങ്ങോട്ട് നടന്നോളി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നി അതൊന്നും വേണ്ടല്ലോ, നമുക്കണ്ട് പോയാൽ പോരെ. അല്ല, അങ്ങനെ നടത്തിക്കൊണ്ടുവന്നു. ഒരാൾ ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് കയറിക്കോളി എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ സ്റ്റേജുണ്ട്, ചെയറുണ്ട്, കസേലയുണ്ട്, സൗകര്യങ്ങളുണ്ട്, ചായ കൊണ്ടുതരാൻ ആളുകളുണ്ട്. ഇതൊക്കെ ഇന്നോ ഇന്നലെയോ നമുക്കുണ്ടായതാണ്. ഇതൊന്നുമല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ വഴുതു കഴിഞ്ഞു പോരുമ്പോൾ കൊല്ലപ്പെടാൻ കൊണ്ടുപോയ അലിവി മൗലവി റഹ്മഹുള്ളയുടെ ചരിത്രം, അതിൻ്റെ മുമ്പ് കെ എം മൗലവി റഹ്മഹുള്ളയുടെ ചരിത്രം, ഇപ്പുറത്ത് അമാനി മൗലവി റഹ്മഹുള്ളയുടെ ചരിത്രം, കത്തിരിയുന്ന മെഴുകുതിരിയുടെയും മണ്ണെണ്ണ വിളക്കിൻ്റെയും അവിടെ ഇരുന്ന് ആ മണ്ണെണ്ണ വിളക്കിൻ്റെയും അർദ്ധ വെളിച്ചത്തിൽ ഒരു മഹത്തായ ഗ്രന്ഥം ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത അമാനി മൗലവിയുടെ ചരിത്രം, അതൊന്നും നമ്മൾ മറന്നു പോകരുത്. അവരൊക്കെയാണ് ഇതിനെ വളർത്തിയെടുത്തിയെടുത്ത്. അവർക്ക് പിന്തുണ നൽകിയ സാധാരണക്കാരനാണ്, പട്ടുമെത്തയിലല്ല ആ സാധാരണക്കാരൻ വളർന്നതും വലുതായതും. അവരൊക്കെയാണ് ഇതിനെ വളർത്തിയെടുത്തത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതിനൊക്കെ കഴിഞ്ഞ കാലത്ത് ത്യാഗം ചെയ്ത ഹൈദർ മൗലവി, ഇവിടെ വാണിയമ്പലത്തെ ഹൈദർ മൗലവി, അദ്ദേഹം ഇന്ന് രോഗശയ്യയിലാണ്. മഞ്ചേരി മാനു ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഒരു ഓപ്പറേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അന്ധനായ പണ്ഡിതനായ നമ്മുടെയൊക്കെ മുമ്പിൽ നടക്കാൻ ഈ സ്റ്റേജിലൊക്കെ കുട്ടികളെ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പഠിപ്പിക്കുക, നിങ്ങൾ പ്രബോധനം നടത്തുക, ഈ കലഹങ്ങളൊന്നും നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ കൂടെ ഈ സ്റ്റേജിൽ ഇന്ന് ഉണ്ടാവേണ്ട വ്യക്തിയായിരുന്നു ഹൈദർ മൗലവി. അദ്ദേഹം ഒരു ഓപ്പറേഷന് വിധേയമായി കിടക്കുകയാണ്. എന്താണ് കാരണം? അങ്ങനെയാണ് മനുഷ്യൻ്റെ കാര്യം. അള്ളാഹു അദ്ദേഹത്തിന് ശിഫയ നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് ഈ ആദർശത്തിന് പിന്തുണ നൽകാൻ ഇനിയും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ കരുവള്ളി മുഹമ്മദ് മൗലവി, പറയത്തക്ക രോഗങ്ങളുമൊന്നുമില്ലെങ്കിലും നൂറിൻ്റെ നിറവിലെത്തി നിൽക്കുന്ന ആദർശത്തിൻ്റെ കഴിഞ്ഞകാല ഓർമ്മകൾ തികട്ടി ഒരുപാട് ആദർശത്തിൻ്റെ സന്ദേശങ്ങൾ പറയാനുള്ള മഹാന്മാരായ ഈ പൂർവ്വകാല പണ്ഡിതന്മാരുടെ ബാക്കിയിരിപ്പുകൾ, അൽ ബാക്കിയാത്തു സാലിഹാത്ത് എന്ന് പറയുന്ന തിരുശേഷിപ്പുകൾ സഹോദരന്മാരെ ഇന്നും ഇവിടെ ബാക്കിയുണ്ട്. ഈ തിരുശേഷിപ്പുകളൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ സമൂഹത്തിന് അള്ളാഹുവിനോട് പറയാനുള്ളത്, റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന,
പഠിച്ചവനെ ഈ ആദർശം കേട്ടത്, ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്, ഇതിനു വേണ്ടി പറമ്പ് കൊടുത്തത്, ഇതിനു വേണ്ടി പണം കൊടുത്തത്, ഇതിനു വേണ്ടി ഒരുപാട് ശിഷ്യഗണങ്ങളെ ശമ്പളം പോലും ഇല്ലാതെ വളർത്തിയെടുത്തത് എന്തിനാണ്? ആമന്ന, വിശ്വസിച്ചു എന്ന മനസ്സമാധാനം കിട്ടാനാണ് ഞങ്ങൾക്കിനി വേണ്ടത്. ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. അതാ നമുക്കിനി വേണ്ടത്. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം സഹോദരന്മാരെ. ഇതൊരു പാർട്ടിക്കളിയും ഇതൊരു ശക്തി കേന്ദ്രവും അതല്ല മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. ആളുകളെ വിട്ട് ശക്തി കൂട്ടുന്ന, ആളുകളെ വിട്ട് ഒച്ചയുണ്ടാക്കി ബഹളം വെച്ച് ആളുകളുടെ മുമ്പിൽ ചാടുന്ന ഒരു പ്രസ്ഥാനമല്ല. പടച്ചവനിലേക്ക് പൊറുക്കലിനെ തേടി പ്രാർത്ഥിച്ചുകൊണ്ട് വളർന്നു വരുന്ന സാത്വികന്മാരുടെ ഒരു കൂട്ടമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്നത്. അവർക്ക് കാലത്തിനനുസരിച്ച് സ്റ്റേജുകളുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, സ്ഥാപനങ്ങളുണ്ടായി എന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആ നിഅമത്തിനോട് ഒരിക്കലും നമ്മൾ നന്ദികേട് കാണിക്കരുത്. ഇനി റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന, നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പുറത്തു കിട്ടി, നമ്മിൽ നിന്ന് വന്നുപോയ അപാകതകൾ തേച്ചു മായ്ച്ചു കളഞ്ഞ ഒരു ജീവിതം നമുക്ക് വേണം. എന്നിട്ടോ വതവഫനാ മഅൽ അബ്റാർ, ആ അബ്റാറുകളുടെ കൂടെ മരിക്കാനുള്ള ആ തൗഫീഖ് നമുക്ക് കിട്ടണം. തമ്മിൽ തച്ചും തകർന്നും നശിക്കുന്ന, നശിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സ്വയം നശിക്കുന്ന ഒരു തൗഫീഖല്ല നമുക്ക് വേണ്ടത്. അദ്ദേഹം മരിച്ചു കിട്ടി, അതുകൊണ്ട് ആ ശബ്ദം കഴിഞ്ഞല്ലോ, ഇനി ആ ശല്യമില്ലല്ലോ എന്ന് പറയുന്ന മരിച്ചു കിട്ടുന്ന ഒരാളല്ല പടച്ചവനെ. അദ്ദേഹം മരിച്ചു പോയല്ലോ. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ് എന്ന് ആത്മാർത്ഥമായി ഖബറിൻ്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരും സാധാരണക്കാരും, പക്ഷേ സമൂഹത്തിലെ ഒരു ക്രീമുകളെക്കാളും ആ പ്രാർത്ഥന, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങളായ ആളുകളായിരിക്കാം. ആ പാവങ്ങളുടെയൊക്കെ പ്രാർത്ഥന കിട്ടി മരിക്കാനുള്ള ഒരു സാഹചര്യമാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്. ആ ഒരു സാഹചര്യം ഇവിടെ കിട്ടണമെങ്കിൽ ആദർശത്തിൻ്റെ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിയ, അള്ളാഹുവിൻ്റെ ഹബിലിൽ നമ്മൾ ഒന്നിച്ചു ജീവിക്കണം. വലാ തഫറഖു, ഭിന്നിച്ചു പോകരുത്. ഭിന്നിക്കാതെ ഒന്നിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബിലിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ആ ഹബിലി എവിടെയാണ് എന്ന് തർക്കിച്ച് തീരുമാനിക്കേണ്ടതല്ല. എല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ ഹബിലി ഏതാണ് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചു കാലമായി അള്ളാഹുവിൻ്റെ ഹബിലിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങോട്ട് താഴോട്ട് പോകുന്നുണ്ടോ? പുതിയ പുതിയ ആദർശങ്ങൾ നമുക്കറിഞ്ഞുകൂടെ? എത്രയെത്ര പണ്ഡിതന്മാരുണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ, ഞാൻ ആ ഒരു സഹോദര സംഘടനയെ പറ്റി എതിർക്കാൻ പറയല്ല, അതൊരു വേറൊരു വിഭാഗമായി പോയി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിന് ജമാഅത്തെ ഇസ്ലാമിക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത KC അബ്ദുള്ള മൗലവി റഹ്മത്തുള്ള, അദ്ദേഹം വാഴക്കാട് KM മൗലവിയുടെയും MCC സഹോദരന്മാരുടെയും അലവി മൗലവിയുടെയും മൂസ മൗലവിയുടെയും ഒക്കെ ആ കാലഘട്ടത്തിൽ വാഴക്കാട്ടെ പ്രധാനപ്പെട്ട ശിഷ്യനും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. വളർന്നു വലുതായി. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം അദ്ദേഹവുമായി ആദർശപരമായ വ്യത്യാസമുണ്ടായപ്പോൾ അദ്ദേഹത്തെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി. അദ്ദേഹം ഒരു പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുത്ത് വളർത്തിയുണ്ടാക്കി. ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഉയർച്ചയും നമുക്ക് കാണാം. ആദർശപരമായ വ്യത്യാസങ്ങളല്ല ഞാൻ പറയുന്നത്. മാറ്റി നിർത്തേണ്ടി വന്നപ്പോൾ മാറ്റി നിർത്തിയില്ലേ നമ്മുടെ പൂർവികന്മാർ? മഹാനായ CN അഹ്മദ് മൗലവി റഹ്മത്തുള്ള കേരളം കണ്ട മലയാള പരിഭാഷയുടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അത്ഭുതം കൂറിയ ഒരു മലയാള പരിഭാഷയുടെ ആദ്യത്തെ കർത്താവെന്ന് മാത്രമല്ല, അതിനേക്കാളധികം ഒരുപാട് കേരളക്കാർക്ക് ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത മഹാപണ്ഡിതൻ. പക്ഷേ സലഫുസ്സാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്ന് മുഅ്ജിസത്തിൻ്റെ കാര്യത്തിൽ, ചില ഹദീസുകളുടെ കാര്യത്തിൽ, പല ഹദീസുകളുടെയും കാര്യത്തിൽ അദ്ദേഹത്തിന് മാറ്റമുണ്ടായപ്പോൾ, അദ്ദേഹത്തിന് സ്വന്തമായ പൂർവികന്മാരായ KM മൗലവി മുതൽ ഇക്കഴിഞ്ഞു പോയ
AP അബ്ദുൽ ഖാദർ മൗലവി വരെയുള്ള നമ്മളൊക്കെ കണ്ടിരുന്ന ഗുരുനാഥന്മാരുടെ ആ സമീപനങ്ങളിൽ നിന്ന് മാറ്റമുണ്ടായപ്പോൾ അദ്ദേഹത്തെയൊക്കെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ സാർത്ഥവാഹക സംഘം ആദർശവുമായി മുന്നോട്ടു പോയി. മൗലവി, ചേകനൂർ മൗലവി ഇന്ന് നമുക്ക് നെറ്റിചുളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തോന്നുന്നതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ തുടിപ്പായിരുന്നില്ലേ അദ്ദേഹം? ഇന്നും ഇസ്ലാഹിൻ്റെ ഈറ്റില്ലമായ കോക്കൂർ പ്രദേശത്ത് പള്ളി ദർസിൽ കിതാബ് ഓതിക്കൊടുത്തിരുന്ന മുദരിസായിരുന്ന കാലത്ത്, അതിനുശേഷം ചേകനൂർ മൗലവി കേരളത്തിലൊരു പടയോട്ടം നടത്തി ഇസ്ലാഹിൻ്റെ ശബ്ദവുമായി. തൊട്ടടുത്ത ജാമിയ നദവിയ പോലും ചേകനൂർ മൗലവിയുടെ വിജ്ഞാനം കൊണ്ട് ധന്യമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മാറ്റി നിർത്തേണ്ടി വന്നു. എന്തിനാ? ആ വ്യക്തിത്വങ്ങളോടുള്ള മഹത്വമോ അവർ ചെയ്ത സേവനത്തിൻ്റെ കുറച്ചു കാണലോ ആയിരുന്നില്ല. നേരെ മറിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അതനുസരിച്ച് നമ്മളെ പഠിപ്പിച്ച ഖുലഫാഉകളുടെയും അശറത്തുൽ മുബശ്ശിറുകളുടെയും സഹാബത്തിൻ്റെയും തബഉ താബികളുടെയും ആ സാബിഖീങ്ങളുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയതുകൊണ്ട് മാറ്റി നിർത്തേണ്ടി വന്നു. പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു, അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന ഒരു തോന്നൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പിൽക്കാലത്തുണ്ടായോ? ഇവിടെ വരാൻ പോകുന്നുണ്ട്, പണ്ഡിതന്മാർ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ഹദീസുകളുടെ കാര്യത്തിൽ, യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, അടിസ്ഥാനപരമായ കാര്യത്തിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, അതിലൊക്കെ വല്ല കാര്യവുമുണ്ടോ? ഇപ്പം നമുക്കൊരു ജനറൽ മാനവ മുസ്ലിമായി, വിശുദ്ധ മാനവനായി, എല്ലാവർക്കും കൊട്ടിക്കൊടുക്കുന്ന വിശുദ്ധ മാനവനായാൽ പോരെ എന്ന് നമ്മളോട് പറയുന്ന, എന്തിനും എല്ലാവർക്കും അങ്ങനെ തലവെച്ചു കൊടുക്കുന്ന ഒരു വിശുദ്ധ മാനവനായി സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നാൽ പോരെ? നമ്മളൊക്കെ ഈ ആദർശവും ഖുർആനും സുന്നത്തൊക്കെ അങ്ങനെ കണിശമായി പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ? വന്നോ? ഇല്ലെങ്കിൽ പോട്ടെ, വന്നോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതല്ല ഒരു പാർട്ടി മാത്രമായി ഇസ്ലാഹി പ്രസ്ഥാനം മാറിയോ? ഞാൻ ഓർക്കുന്നു, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർ KC അബൂബക്കർ മൗലവി, PP അബ്ദുൽ ഗഫൂർ മൗലവി പോലെയുള്ള എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന മദീനത്തുൽ ഉലൂമിലെ ഞങ്ങളുടെ ഉസ്താദുമാർ, രാഷ്ട്രീയ പ്രസംഗത്തിന് വേണ്ടി കൂടിപ്പോയിരുന്ന ആ ഉസ്താദുമാരുടെ രാഷ്ട്രീയ പ്രസംഗത്തിൽ അവരുടെ പദപ്രയോഗങ്ങളും അവരുടെയൊക്കെ ശൈലികളിലും ചെറിയ മാറ്റമുണ്ടോ എന്ന് തോന്നിയപ്പോൾ KP മുഹമ്മദ് മൗലവി സർക്കുലർ കൊടുത്തു. KNMൻ്റെ ഓഫീസിൽ നിന്ന് സർക്കുലർ കൊടുത്തു. നമ്മുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരും ഗുരുനാഥന്മാരും ഉസ്താദുമാരും പ്രബോധകന്മാരുമായ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, രാഷ്ട്രീയ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആദർശം വിട്ടുള്ള, അവരിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സൂക്ഷിക്കണം, ആദർശം വിടുന്നത് സൂക്ഷിക്കണം ഏത് മേഖലയിലും എന്ന് സർക്കുലർ കൊടുത്തത് ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു നിഷ്ഠ പുലർത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഹദീസിനോടുള്ള, നമ്മുടെ വിശ്വാസത്തിനോടുള്ള എന്തോ നമുക്കൊരു കുറവോ അല്ലെങ്കിൽ ഒരു വിലക്കുറവോ വിലയിടിച്ചിലോ വന്നിട്ടുണ്ടോ? അത് വന്നിട്ടില്ലെങ്കിൽ ആ പേര് പറഞ്ഞ് ഒരുതരം സംഘടനാപരമായ ഒരു മത്തു ബാധിച്ച് അമിതമായ പ്രാധാന്യം നൽകി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ? സഹോദരന്മാരെ, സംഘടന എന്ന് പറയുന്നത് ഒരു തോണിയാണ്. ആ തോണിക്ക് ഓട്ടപ്പെട്ടാൽ അടുത്ത തോണിയിലേക്ക് കയറി അക്കരെ എത്തണം എന്നതല്ലാതെ, അല്ലെങ്കിൽ ആ തോണിയിൽ നിന്ന് ഇറങ്ങി അല്പം ബുദ്ധിമുട്ടിയാലും നീന്തി അങ്ങോട്ട് അക്കരെ പറ്റണമെന്നതല്ലാതെ ഇതിനെന്തെങ്കിലും ഉണ്ടോ? സംഘടനയാണോ പരലോകത്ത് അല്ലാഹ് നമ്മളോട് ചോദിക്കൽ? നീ ഏത് പാർട്ടിയിൽ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ മെമ്പർഷിപ്പ് എടുത്തിരുന്നോ? എനിക്ക് KNMൻ്റെ മെമ്പർഷിപ്പ് എത്ര കാലഘട്ടമുണ്ട്? അല്ലെങ്കിൽ സമസ്തയുടെ മെമ്പർഷിപ്പിൽ എത്ര പാരമ്പര്യമുണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് തരം മെമ്പറാണ് നീ? സാധാ മെമ്പറാണോ അതല്ല അതിൻ്റെ ക്രീം മെമ്പറാണോ? ഇതൊന്നും അല്ല അല്ലാഹ് നമ്മളോട് ചോദിക്കൽ.
നേരെ മറിച്ച് ദീനാണ് ചോദിക്കുക. മൻ റബ്ബുക്ക മാ ദീനുക്ക, ആ ഒരു ദീനാണ് സഹോദരന്മാരെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ദീനിനാണ് നമ്മൾ ആദർശം കൽപ്പിക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ 10-14 കൊല്ലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിലൊരു ഭിന്നിപ്പുണ്ടായി. അന്ന് KNMൻ്റെ ഒരു പ്രവർത്തകനായിരുന്ന, എളിയ ദുർബലനായ ഒരു പ്രവർത്തകനായിരുന്ന ഞാൻ ഓർക്കുകയാണ്, KNMൻ്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉമറാക്കളും ഒക്കെ ഒന്നിച്ച് ജിന്നാരാധകന്മാർ, ഉറക്കം തൂങ്ങിക്കിടക്കുന്ന ആളുകൾ, ഒന്നിനും കൊള്ളാത്തവർ, അന്ധവിശ്വാസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ നയിക്കുന്നവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയും ദീനിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അത് ഒന്നിച്ച് സഹിച്ചു. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചാളുകൾ സഹിക്കുന്നു. പിന്നെ ഒന്നിച്ച് സഹിക്കുന്നവരൊക്കെ വീണ്ടും ഒന്നിച്ചിട്ട് കുറച്ചാളുകൾ മാത്രം സഹിക്കുന്നു. ഈ ഒരു ദീനെ കൊണ്ടുള്ള ഒരു കുട്ടിക്കളിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആണെങ്കിൽ അത് ഇന്ന് കോൺഗ്രസ് ആയ ആൾ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മറ്റേ ഇതിൽ മത്സരിക്കും. അതിൻ്റെ ഇപ്പുറത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് മാർച്ചയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു കുട്ടിക്കളിയല്ലല്ലോ. ദീനിൻ്റെ കാര്യം അത് ശാശ്വതമല്ലേ, പ്രമാണാടിസ്ഥാനമല്ലേ? അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആ തരത്തിൽ കുറേ ആളുകൾ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്കറിയുകയില്ലേ? ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ? എൻ്റെ നാട്ടിലുള്ളവർക്ക് എന്നെ അറിയാം, ഇവിടെയുള്ളവർക്ക് അറിഞ്ഞുകൂടെ? ഇവരൊക്കെ അള്ളാഹുവിനെ വിട്ട് ജിന്നിൻ്റെ പിന്നാലെ പോയവരാണോ? ജിന്നിനെ ആരാധിക്കുന്നവരാണോ? 80ഉം 90ഉം കഴിഞ്ഞ കാരണവന്മാർ ഇവിടെ ഇരിക്കുന്നില്ലേ? അവരൊക്കെ അങ്ങനെ ആട്ടിപ്പുറത്താക്കേണ്ടവരോ അല്ലെങ്കിൽ ജിന്നാരാധകന്മാരോ ആണോ? അല്ലല്ലോ. വെറുതെ പറയുകയല്ലേ, അതൊരു പാർട്ടി സ്പിരിറ്റ് ആയിരുന്നില്ലേ? ആ പാർട്ടി സ്പിരിറ്റ് ഒന്ന് മാറിക്കൂടെ, ചിന്തിച്ചുകൂടെ? അത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യമോ. എന്നും ഒന്നിച്ച് ഐക്യത്തോടുകൂടി ജീവിക്കുന്നതിൽ എന്തൊരു സന്തോഷമാണ്. പക്ഷേ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഈജിപ്തിലെ കൊട്ടാരത്തിൽ സുഖമായി ജീവിക്കുന്ന അവസ്ഥയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി ജയിലിലിട്ടു. ആ നാട്ടിലെ അസീസ് എന്ന മലിക്കിന്, രാജാവിനറിയാം യൂസുഫ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. 20-ൽ പരം വയസ്സായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാൾ. ചെയ്തിട്ടില്ല. അസീസിനറിയാം. അസീസിൻ്റെ ഭാര്യ സലീഹ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട ആ പെണ്ണിനറിയാം യൂസുഫ് എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ആ നാട്ടിലെ പെണ്ണുങ്ങൾക്കറിയാം യൂസുഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ആ നാട്ടുകാരൊന്നിച്ച്, രാജാവും രാജ്ഞിയും നാട്ടുകാരും ഒന്നിച്ച് ശുപാർശ ചെയ്ത് യൂസുഫിനെ ജയിലിലിട്ടു. എന്തിന്? അഭിമാന പ്രശ്നത്തിന് വേണ്ടി, ഈഗോക്ക് വേണ്ടി. അല്ലെങ്കിൽ യൂസുഫ് ഇവിടെ വലുതാകുമോ എന്ന് ഭയപ്പെട്ടിട്ട്, ഈ ചെറുപ്പക്കാരൻ വലിയ ആളാകുമോ എന്ന് ഭയപ്പെട്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ അങ്ങനെ തുള്ളണ്ട, വലുതാവണ്ട എന്ന് ഭയപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിലിട്ടു. ആ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ 7 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. 7ാമത്തെ കൊല്ലം അസീസിന് ആവശ്യം വന്നു യൂസുഫിനെ, രാജാവിന്, മലിക്കിന്. അപ്പോൾ വഖാലൽ മലിക് ഇതൂനി ബിഹി, രാജാവ് പറഞ്ഞു പോയി യൂസുഫിനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക എന്ന്. ഫലമാ ജാഅഹുർ റസൂൽ, മലിക്കിൻ്റെ ദൂതൻ, രാജാവിൻ്റെ ദൂതൻ ജയിലിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, കൊട്ടാരത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പഴയ കൊട്ടാരത്തേക്ക്, ഇറക്കിവിട്ട കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് രാജാവ്. നിങ്ങൾക്കെന്തോ കാര്യമായൊരു സ്ഥാനത്ത് നിങ്ങളെ അവരോധിക്കാനാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? കെട്ടിപ്പോയി ജയിലിൻ്റെ ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് വിശാലമായ കൊട്ടാരത്തിലേക്ക് ഇറങ്ങി ഓടുകയല്ല യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത്. രാജാവിൻ്റെ ദൂതൻ്റെ പിന്നാലെ പോകാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഖാലർജഇ ഇലാ റബ്ബിക, നിൻ്റെ അർബാബിൻ്റെ അടുത്തേക്ക്, യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നിട്ട് ചോദിക്ക്, ഫമാ ബാലു നിസ്വത്തില്ലത്തി ഖത്തഅന ഐദിയഹുന്ന, എൻ്റെ പേരും പറഞ്ഞ് കൈമുറിച്ച് കുറേ കുഴപ്പങ്ങളുണ്ടാക്കി എന്നെ ജയിലിലേക്ക്, എൻ്റെ പേരിൽ തെറ്റിദ്ധാരണകൾ പരത്തി എന്നെ അപമാനിച്ച് എന്നെ ജയിലിലേക്ക് അടച്ച ആ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു വാ. എന്നിട്ട് എൻ്റെ നിരപരാധിത്വം നാട്ടുകാരറിയട്ടെ, സമൂഹം അറിയട്ടെ, ആ നിരപരാധിയായി ഈ ജയിലിൽ നിന്നിറങ്ങാം. സഹോദരന്മാരെ, ഇവിടെ ഈ ആദർശ വിശദീകരണം നടത്തുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്.
അള്ളാഹുവിലുള്ള വിശ്വാസം, ജിന്നിനോടുള്ള ആരാധന, ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായ, പണ്ട് 14 കൊല്ലം ഉണ്ടായതൊക്കെ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ, 100 വട്ടം ആത്മാർത്ഥമായി അൽഹംദുലില്ലാ പറയുന്നു. ഇനിയും ജിന്നാരാധനും ജിന്നിൻ്റെ പേരിൽ ആളുകളെ വഷളാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും സാധാരണക്കാരായ ആളുകളെ നമ്മളുടെയൊക്കെ പിന്നിൽ നിന്ന് നമസ്കരിച്ചിരുന്ന മൗമൂമിങ്ങൾക്ക് പോലും നിങ്ങളെ പിന്നിൽ നിന്ന് നമസ്കരിക്കാനോ മിമ്പറപ്പടിയിൽ കയറാനോ പറ്റില്ല എന്ന് പണ്ഡിതന്മാരും ഉമറാക്കളും ആയിരങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറഞ്ഞപ്പോൾ ആ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുണ്ട് എന്ന ആ ഒരൊറ്റ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് സഹോദരന്മാരെ ഞങ്ങൾ ഈ ഐക്യത്തിൻ്റെ, ഈ വിശാലമായ ഐക്യത്തിൻ്റെ പൊലിപ്പിലും, ഈ ഐക്യത്തിൻ്റെ ഉറുമാലുകൾ വിരിച്ചു കിടക്കുന്ന പൊലിപ്പിലും ഈ ആദർശ വിശദീകരണവുമായി നടക്കുന്നത്. ക്ഷമിക്കുക, ഞങ്ങളിതൊന്ന് വിശദീകരിക്കുക, കേൾക്കട്ടെ, നാട്ടുകാരറിയട്ടെ. അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വകൂനൂ മഅസ് സ്വാദിഖീൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സത്യവാന്മാരുടെ കൂടെ ജീവിക്കുക. ആളുകൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിനെ എന്തോ ആക്കിയ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇതിൻ്റെ മുന്നിൽ നടന്നിരുന്ന പൂർവികന്മാരുടെ ആ സ്വത്വത്തിലേക്ക്, ആ വിശുദ്ധിയിലേക്ക് മടങ്ങാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മെ നയിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന ആ മഹാന്മാരായ നേതാക്കന്മാർക്കും അങ്ങനെയുള്ള ഒരു സൽബുദ്ധിയും നല്ല സ്വഭാവവും നല്ല വിചാരവും ഉണ്ടാവട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.